ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പേജ് നമ്പർ 216 രണ്ടാമത്തെ ചോദ്യം, അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ പാർട്ട് 1 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഫൈൻഡ് ദ പോളിനോമിയൽസ് വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദെയർ ഗ്രാഫ്. ഈ 3 ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 ഗ്രാഫും സൂചിപ്പിക്കുന്ന പോളിനോമിയൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈൻസ് ആണ്. ഇനി ചിലത് ലൈൻസ് അല്ലാത്തത് വരും, നമുക്ക് ഈ ചാപ്റ്ററിൽ മുമ്പോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ഇതും സ്ട്രെയിറ്റ് ലൈനാണ്, ഇതും എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. ആ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഗ്രാഫ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെയാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതെന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇനി നമ്മൾ ഈ ഒരു പോളിനോമിയൽ കണ്ടെത്തണമെങ്കിൽ എ എന്ന് പറഞ്ഞ വാല്യൂം ബി എന്ന് പറഞ്ഞ വാല്യൂം കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റെപ്സ്. ഇനി അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. നമ്മൾ ഗ്രാഫ് വരച്ചതാലേ എക്സ് ആക്സിസ്, ഈ കാണുന്ന എക്സ് ആക്സിസിനെ സൂചിപ്പിക്കുന്നത് എന്താ? നമ്മുടെ പി ഓഫ് എക്സിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി അടുത്തായിട്ടുള്ള ഈ വൈ ആക്സിസ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ആക്സിസിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ആ വൈ ആക്സിസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആയിട്ട് 3 വാല്യൂസ് ആണുള്ളത്. -1, 0, 1 ഇതാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നീട്ടി വരച്ച വേറെയും കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കണം. ഏതെങ്കിലും 2 വാല്യൂസ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ പി ഓഫ് 0, അതല്ലെങ്കിൽ പി ഓഫ് 1, അതല്ലെങ്കിൽ പി ഓഫ് 2, അതല്ലെങ്കിൽ പി ഓഫ് 4. അങ്ങനെ ഗ്രാഫിൽ നോക്കിയിട്ട് ഏതെങ്കിലും 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ശ്രദ്ധിച്ചോ. എക്സ് ആയിട്ട് നമ്മൾ ആദ്യം 0നെ കൺസിഡർ ചെയ്യാം അല്ലേ? ആ 0ന്ന് പെർപെൻഡിക്കുലറായിട്ട് കുത്തനുള്ള വര ഉണ്ട്. ആ വര എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് തന്നെയാണ് വരിക. ആ വൈ ആക്സിസും നമ്മുടെ ഗ്രാഫുമായിട്ട് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കുക. നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. അതിൻ്റെ മീനിങ് പി ഓഫ് 0 സീക്വൽ ടു ഈ കാണുന്ന വൈ വാല്യൂ ആയിരിക്കും. വൈ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ? ഇനി ഇതുപോലെ എക്സ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തത് 0നെയാണ്. ഇനി എക്സ് ആയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വാല്യൂ എടുക്കുക. ആ ഗ്രാഫ് നോക്കിയിട്ട് ഞാനിവിടെ തൽക്കാലം ആരെടുത്തു? 1നെ എടുത്തു. എക്സ് ആയിട്ട് ആരെടുത്തു? 1നെ. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ആ 1ന്ന് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഡോട്ടഡ് ലൈനായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കറക്റ്റ് കുത്തനെയാണ് വൈ ആക്സിസിന് പാരലായിട്ട്, അഥവാ ഈ എക്സ് ആക്സിസിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ വരച്ച വര നമ്മുടെ ഗ്രാഫുമായിട്ട് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഇത് ഈ പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആ പോയിന്റിൽ നിന്ന് നേരെ വൈ ആക്സിസിലേക്ക് മാപ്പ് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊരു വര വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ എത്ര കിട്ടും? 4 വരും. നമുക്കൊന്ന് ശരിയായിട്ടൊന്നും കൂടെ വരച്ച് നോക്കാം. കറക്റ്റ്ലി 90 ഡിഗ്രിയിലൊരു വര. ആ വര 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകണം. നമ്മുടെ ഗ്രാഫുമായിട്ട് ഇവിടെ വന്ന് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്നിടത്തുനിന്ന് നമ്മൾ വൈ ആക്സിസിലേക്ക് എന്ത് ചെയ്യും? മാപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ കറക്റ്റ് എവിടെ മുട്ടി? 4 ആയിട്ട് മുട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ്, ശ്രദ്ധിക്കുക, പി ഓഫ് എക്സ് വാല്യൂ എത്രയാണ്? 1 ആണ്. സീക്വൽ ടു എന്തെന്ന് കിട്ടും? നമ്മുടെ വൈ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ഗ്രാഫൊന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പം എ എക്സ് പ്ലസ് ബി ആണ് ജനറൽ ഫോം, മനസ്സിലാക്കി. പി ഓഫ് 0 1 ആണ്. പി ഓഫ് 1 എത്രയാണ്? 4 ആണ്. ഇനി എങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, ആദ്യം തന്നെ ഞാൻ എഴുതി പി ഓഫ് എക്സിൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. പിന്നെ കിട്ടിയ പി ഓഫ് 0ൻ്റെ വാല്യൂ എഴുതി വെച്ചു. പി ഓഫ് 0 എത്രയാണ് കിട്ടിയത്? 1 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി പി ഓഫ് 1 നമുക്ക് കിട്ടിയത് എഴുതി വെച്ചു. പി ഓഫ് 1 എത്രയാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത്.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. P(x) = 2x + 1 ഒരു പോളിനോമിയലാണ്. ഇതിലെങ്ങനെയാണ് നമ്മൾ P(0) കണ്ടുപിടിക്കാം? ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ചാലേ എക്സ് മാറി എന്തായി? 0 ആയി. അപ്പോൾ ഇവിടെയും 2 × x എന്നുള്ളിടത്ത് എന്തെന്ന് കൊടുക്കും? 0 എന്ന് കൊടുക്കും. 2 × 0 + 1. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പോലെ നമ്മൾ ഇപ്പം നമുക്ക് കിട്ടിയ പോളിനോമിയലിലും ചെയ്യാം. ഇപ്പം കിട്ടിയ പോളിനോമിയൽ ഏതാ? P(x) = ax + b എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ആരെ കണ്ടുപിടിക്കുക? P(0) കണ്ടുപിടിക്കുക. അത് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. അപ്പോൾ അത് ഈക്വൽ ടു 1 എന്നും കൊടുക്കുക. നോക്കിക്കോ, ഇങ്ങനെ ax + b ആണ്. അപ്പോൾ P(0) എന്ന് വരുമ്പോൾ എന്തെന്ന് വരും? a × 0 + b. അതെന്തിന് ഈക്വലാണ്? 1ന് ഈക്വലാണ്. ശ്രദ്ധിച്ചേ, a × 0 അതെന്തായിപ്പോയി? 0 ആയിപ്പോയി. പിന്നെ ഈ സൈഡിൽ വരിക ആരേ ഉള്ളൂ? b മാത്രം. അപ്പോൾ b = നമുക്ക് കിട്ടിയ വാല്യൂ നോക്കുക. b എത്രയാണ്? 1. b = 1 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ബീൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ബീൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. P(1)ൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക P(1). അതെങ്ങനെ കണ്ടുപിടിക്കുക? a × 1 + b ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 4 കിട്ടണം. a × 1 എന്ന് പറഞ്ഞാൽ എന്താ? a തന്നെയാണ് അല്ലേ? a × 1 a + b ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 4. ഇനി ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന b നമുക്കറിയാം എത്രയാണ്? മേലെ എഴുതി വെച്ചിട്ടുണ്ട് 1 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ a + bക്ക് പകരം 1 എന്നുള്ള വാല്യൂ കൊടുക്കും. = എത്രയാണ്? 4. കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എനെ. അപ്പോൾ എനെ മാത്രം ഇവിടെ നിർത്തുക. ഇവിടെയുള്ള +1 തൊട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകട്ടെ. +1 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? -1 ആവും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ആരുണ്ട്? 4 ഉണ്ട്. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആയി. ഇപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. a = എത്രയാണ്? 4 - 1 എന്നാണ് കിട്ടിയത്. ഈ 4 - 1 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് b ഓൾറെഡി കിട്ടി. ഇപ്പോൾ ആരെയും കിട്ടി? എനെയും കിട്ടി. എൻ്റെ വാല്യൂ എത്രയാണ്? 3. ഇനി നേരെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ P(x) എഴുതി വെക്കും. നോക്കിക്കോ, P(x) ax + b ആയിരുന്നു. ആ എക്ക് പകരം നമ്മളിപ്പോൾ ആരെ കിട്ടി? 3നെ കിട്ടി. അപ്പോൾ 3x + bക്ക് പകരം ആരെ കിട്ടി? 1നെ കിട്ടി. അപ്പോൾ P(x) = 3x + 1 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നമ്മൾ ചെയ്ത പരിപാടി ആദ്യം ഗ്രാഫ് നോക്കി ഷേപ്പ് മനസ്സിലാക്കി, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. പിന്നെ ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ P(0)യും P(1)ഉം കണ്ടുപിടിച്ചു. ശേഷം നമ്മൾ സ്റ്റെപ്സ് എഴുതിങ്ങാണ്ട് എയും ബിയും കണ്ടുപിടിച്ച് പോളിനോമിയൽ കിട്ടി. തൊട്ടടുത്ത ചോദ്യം, രണ്ടാമത്തെ ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും എന്ത് ലൈനാണ്? സ്ട്രെയിറ്റ് ലൈനാണ്. നോക്കിക്കേ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അതിൻ്റെ ജനറൽ ഫോം ax + b ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എക്സ് ആയിട്ട് ഞാൻ ആദ്യം 0 ആയിട്ട് എടുത്തു. എക്സ് 0 ആകുമ്പം നമ്മുടെ ഗ്രാഫും അവിടെ നിന്നുള്ള ലൈനും കൂട്ടിമുട്ടി എവിടെ തന്നെയാണ്? 0ൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? P(0) എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വാല്യൂ എടുക്കാം. ഞാനിവിടെ തൽക്കാലം എടുത്തിരിക്കുന്ന വാല്യൂ 1 ആണ്. നമുക്ക് 2 വാല്യൂസ് മതി. അപ്പോൾ ഞാൻ 1 എടുത്തു. 1 എന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ നോക്കിക്കോ, ഇങ്ങനെയാണ് ലൈന് വരിക. ആ ലൈന് നമ്മുടെ ഗ്രാഫുമായിട്ട് എവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്? ഈ ഒരു പോയിന്റിൽ. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? y ആക്സിസിലേക്ക് ഒരു ഡോട്ടർ ലൈൻ വരച്ചു നോക്കുക. അപ്പോൾ വരച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയാണ് വന്ന് കൂട്ടിമുട്ടിയത്? 2 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ കൂട്ടിമുട്ടിയത്? വിച്ച് മീൻസ് എന്താ? P(1) = എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് P(x)ൻ്റെ 2 വാല്യൂസ് മതി. 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, നമ്മൾ 2 എന്ന് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചു അല്ലേ? പെർപെൻഡിക്കുലർ ലൈൻ വെച്ചു. ഇനി അവിടെ നിന്ന് നമ്മൾ y ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും P(2)ൻ്റെ വാല്യൂ 4 ആണെന്ന് കിട്ടും. P(2)ൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ ആ വാല്യൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ 2 വാല്യൂ മതിയായതുകൊണ്ട് എടുക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ 2ൽ വെക്കുന്നതിന് പകരം -1ൽ കൊണ്ടുപോയി വെച്ചു. താഴോട്ട് നോക്കുക. ഇനി -1ഉം ഗ്രാഫുമായിട്ട് അവിടെ നിന്നുള്ള ലൈനും ഗ്രാഫുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ വെച്ചാൽ നമുക്ക് കിട്ടും P(-1)ൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ്. അപ്പോൾ ആ വാല്യൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇനി നേരെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ ഇവിടെ എഴുതി വെക്കുന്നു. P(x) ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ax + b. P(0) വാല്യൂ കിട്ടി, 0 തന്നെയാണ്. P(0) എത്രയാണ്? 0 തന്നെ. അടുത്തത് P(1) എത്രയാണ് കിട്ടിയത്?
2 ആണ് കിട്ടിയത് അല്ലേ. ഇനി നേരത്തത് അതേപോലെ എ എക്സ് പ്ലസ് ബി എന്നാണ് പോളിനോമിയൽ. നമുക്കറിയാവുന്ന വാല്യൂ പി ഓഫ് 0 ആണ്. അപ്പോൾ അത് എഴുതി നോക്കുക. പി ഓഫ് 0 എഴുതി നോക്കുക. എ ഇൻറ്റു 0 പ്ലസ് ബി എത്രയാണ് വാല്യൂ 0. എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ 0 ആയിപ്പോയി. പിന്നെ അവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ ബി മാത്രം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി 0 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ വാല്യൂ. ബീൻ്റെ വാല്യൂ എത്രയാണ് 0. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമുക്കറിയാം പി ഓഫ് 1 എത്രയാണെന്നറിയാം 2 ആണെന്നറിയാം. എഴുതി നോക്കാം. പി ഓഫ് 1 എത്രയാണ് എ ഇൻറ്റു 1 പ്ലസ് ബി. എ എക്സ് പ്ലസ് ബി എന്നുള്ളിടത്ത് എ ഇൻറ്റു 1 പ്ലസ് ബി. അതിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി എ ഇൻറ്റു 1 എത്രയാടാ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണല്ലേ. അപ്പോൾ എ പ്ലസ് ബി സീക്വൽ ടു എത്രയെന്ന് അറിയാം 2 ആണെന്നാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ഇവിടെ ബീൻ്റെ വാല്യൂ നമ്മൾ നോക്കുക. ബീൻ്റെ വാല്യൂ എത്രയാണ് 0. അപ്പോൾ അത് കൊടുക്കുക. എ പ്ലസ് 0 സീക്വൽ ടു എത്രയെന്ന് കിട്ടും 2 എന്ന് കിട്ടും. ശ്രദ്ധിച്ചേ, എനോട് 0 കൂട്ടിക്കഴിഞ്ഞാൽ എന്തെന്നെയാണ് കിട്ടുക, ഏതൊരു നമ്പറിനോടും 0 കൂട്ടിക്കഴിഞ്ഞാൽ അതേ നമ്പർ അല്ലേ. അപ്പം എ എന്ന് മാത്രമായി ഇവിടെ സീക്വൽ ടു എത്രയെന്ന് കിട്ടി 2. അപ്പോൾ അടുത്ത ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ കിട്ടിയത് എൻ്റെ വാല്യൂ കിട്ടി. എൻ്റെ വാല്യൂ എത്രയാണ് 2 ആണ് കിട്ടിയത് അല്ലേ. ഇനി നേരെ പോളിനോമിയൽ എഴുതാം. പോളിനോമിയൽ എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്ക് പകരം എന്തെന്ന് കൊടുക്കണം 2. ഇവിടുന്ന് 2 കിട്ടി, മേലെ കിട്ടിയിട്ടുണ്ട് അല്ലേ. 2 ഇൻറ്റു എക്സ് പ്ലസ് ബി. ബി എത്രയാണ് ഇവിടെ നോക്കിയാൽ മതി. ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 2x പ്ലസ് 0. സാധാരണ നമ്മൾ 2x പ്ലസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് എഴുതിയാൽ മതി? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് മാത്രം എഴുതിയാൽ മതി. 2x. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x. അത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇനി നേരെ മൂന്നാമത്തെ ഗ്രാഫിലേക്ക് ശ്രദ്ധിക്കാം. ഗ്രാഫിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി എക്സിന് 0 എന്നുള്ള വാല്യൂ ആകുമ്പം നമ്മൾ അവിടെ നിന്നുള്ള കുത്തനുള്ള വര നോക്കി. ആ വര ഗ്രാഫുമായിട്ട് ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, -2ൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? പി ഓഫ് 0ൻ്റെ വാല്യൂ എത്രയായിരിക്കും? -2 ആയിരിക്കും. ഇനി അടുത്തത് എക്സ് ആകുമ്പോൾ 1 ആകുമ്പം നമുക്ക് നോക്കാം. 1 ആകുമ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മാപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതിനേക്കാൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാണ്? എക്സിന് നിങ്ങൾ 2 ആകുമ്പോൾ നോക്കി. കാരണം അത് എക്സ് ആക്സിസ് തന്നെയാണ് നമ്മളെ ഗ്രാഫുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സിന് 2 ആകുമ്പം കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടാൻ എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മതി. എത്രയാണ്? 0ലാണ് കൂട്ടിമുട്ടുന്നത്. വൈ ആക്സിസിൽ 0 ആയിട്ടാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് എടുക്കുകയാണ് നല്ലത്. പി ഓഫ് 2 എന്തെന്ന് കിട്ടും? പി ഓഫ് 2 0 എന്ന് കിട്ടും. പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് എടുക്കുകയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പം ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാവുന്ന വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പി ഓഫ് എക്സ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് എ എക്സ് പ്ലസ് ബി എന്നുള്ള ജനറൽ ഫോം. പി ഓഫ് 0 നമ്മൾ വാല്യൂ ഗ്രാഫ് നോക്കി കണ്ടുപിടിച്ചു -2. പി ഓഫ് 2 അതും ഗ്രാഫ് നോക്കി നമ്മൾ കണ്ടുപിടിച്ചു 0 ആണ്. ഓക്കെ അല്ലേ. ഇനി നേരത്തെ അതേ സ്റ്റെപ്സ്. എ എക്സ് പ്ലസ് ബി എന്നാണ് പോളിനോമിയൽ. അപ്പോൾ അങ്ങനെയാകുമ്പം പി ഓഫ് 0 കണ്ടുപിടിക്കുക. എന്തിനാ പി ഓഫ് 0? നമുക്ക് വാല്യൂ അറിയാം, -2 ആണ്. എ ഇൻറ്റു 0 പ്ലസ് ബി എന്ന് കിട്ടും. ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു? വാല്യൂ -2 എന്ന് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ എ ഇൻറ്റു 0 ആയി. പിന്നെ ബി മാത്രമേ അവിടെ ഉള്ളൂ. ബി ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? -2. ആദ്യത്തെ ആളെ കിട്ടിക്കഴിഞ്ഞു. എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ബീനെ കിട്ടിക്കഴിഞ്ഞു, -2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പി ഓഫ് 2 ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. അപ്പോൾ പി ഓഫ് 2 എന്ന് കൊടുക്കുന്നു. എ ഇൻറ്റു എക്സ്, എ എക്സ് എന്നുള്ളിടത്ത് എ ഇൻറ്റു 2 എന്ന് കൊടുക്കുന്നു. പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. എ ഇൻറ്റു 2 എത്രയാണ്? 2a ആണ്. അപ്പോൾ 2a പ്ലസ് ബി എത്രയെന്ന് കിട്ടും? 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബീൻ്റെ വാല്യൂ അറിയാം, -2 ആണ്. അപ്പോൾ അത് കൊടുക്കുക. കൊടുക്കുമ്പം 2a നമ്മൾ മേലുള്ള 2a താഴോട്ട് എഴുതി വെച്ചു. ഇനി പ്ലസ് മേലുണ്ട്, അപ്പോൾ ആ പ്ലസ്സും എഴുതി. ഇനി ബിക്ക് പകരം എന്തെന്ന് കൊടുക്കണം? -2 എന്ന് കൊടുക്കണം. ബിക്ക് പകരം എന്തെന്ന് കൊടുക്കണം? -2 ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പ്ലസ്സും മൈനസും ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ പ്ലസ്സും മൈനസും അടുത്തടുത്ത് വരുമ്പോൾ എന്തായിരിക്കും 2a ആ രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു മൈനസ് ആവും. -2 = 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട 2aനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2aനെ മാത്രം അവിടെ നിർത്തുക. പിന്നെ ഉള്ളതാരാ -2. -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും +2 ആവും. അപ്പോൾ 0 + 2 എന്നാവും. 0 + 2 എത്രയാണ് 2 തന്നെയാണ് അല്ലേ. അപ്പോൾ 2a = 2 എന്ന് കിട്ടും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നു എന്നേ. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇവിടെ 2 ഉണ്ട്, എൻ്റെ കൂടെയുള്ള 2 അങ്ങോട്ട് പോകുമ്പോൾ /2 ആവും. 2/2 = എത്രയെന്ന് കിട്ടും 1 എന്ന് കിട്ടും. ഇനി സ്റ്റെപ്പ് ചുരുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇവിടെ തന്നെ ഈ രണ്ടാൾക്കാരെ വെട്ടി 1 എന്ന് എഴുതി വെച്ചാലൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സ്ട്രാ സ്റ്റെപ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മൈനസ് ആണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണ്ട. അതുപോലെ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നേരെ എഴുതാം. എനിവേ നമുക്ക് എന്തെന്ന് കിട്ടി, a = 1 എന്നുള്ള ആൻസർ കിട്ടി. a = 1 ആണ്. ഓൾറെഡി ബി കിട്ടിയിട്ടുണ്ടായിരുന്നു -2. ഇപ്പോൾ ആരെയും കിട്ടി, എയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ p of x എഴുതണം. p of x എന്താ ax + b. ഇവിടെ p of x = ax. a എന്ന് പറയുന്നിടത്ത് എന്തെന്ന് കൊടുക്കണം 1 എന്ന് കൊടുക്കണം. അപ്പോൾ 1x ശ്രദ്ധിക്കുക, 1x പ്ലസ് മേലുള്ള ബീൻ്റെ വാല്യൂ എന്താണ് -2 ആണ്. അപ്പം ഇവിടെയും ഞാൻ സ്റ്റെപ്പ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാണ്. പ്ലസ്സും മൈനസും കൂടെ കൂടി ചേർന്നിട്ട് എന്താ ശരിക്കും ആവുക മൈനസ് ആണല്ലേ ആവുക. അപ്പം -2 എന്നാണ് അവിടെ ആവുക. പിന്നെ ശ്രദ്ധിച്ചേ 1x എന്നൊന്നും നമ്മൾ സാധാരണ എഴുതാറില്ല. 1x എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് തന്നെയാണ്. അപ്പോൾ p of xൻ്റെ വാല്യൂ എന്താണ് x - 2 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. p of x = x - 2. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് നമ്പർ 216 2 ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് വീഡിയോയിലും രണ്ടാമത്തെ ചോദ്യം സെക്കൻഡ് വീഡിയോയിലുമായിട്ട് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബൈ, താങ്ക് യു.